ഹലോ ഹായ് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. രജി എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ഫ്രണ്ടാണ്. ഇപ്പോഴും നമ്മളത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഇത് എൻ്റെ വേറെ ഫ്രണ്ടാണ് ജമീല. 1ാം ക്ലാസ് തൊട്ട് ഞാൻ അതുവരെ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. സ്കൂളിലായാലും മദ്രസയിലായാലും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. രജിൻ്റെ മോളാണ് ചിഞ്ചു. അതെ, ഞങ്ങളെ സുന്ദരിക്കുട്ടിയാണ്. അപ്പോൾ ഞാൻ രജീൻ്റെ വീട്ടിൽ വന്ന് അപ്പോൾ രജി പറഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു എന്നാൽ അത് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണേന്ന് നോക്കാം. രജി എങ്ങനെയാണ് രജീൻ്റെ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രജി ഇത് എത്രയാണ് അരി? എത്ര? 2 കപ്പ് അരി. 2 കപ്പ് അരി സാധാരണ നമ്മളെ പച്ചരി അല്ലേ? ഇത് മിക്സിയിലിട്ടിട്ട് അരയ്ക്കാം. ഇതില് എത്ര വെള്ളം ഒഴിക്കണ്ടേ? 1 കപ്പ് വെള്ളം ഒഴിക്കുക. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിക്കും. ഏലക്കായ 4 ഏലക്ക കൂട്ടിയിട്ട് അരക്കുക. ഇപ്പൊ ഇത് ഒരുമാതിരി അരച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ്. നല്ല നന്നായിട്ട് അരഞ്ഞിട്ടില്ല. ഇത് സ്പെഷ്യൽ രജിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചക്ക വരട്ടിയത്. രജി എപ്പോഴും ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ ചക്കാക്കിയത് എനിക്ക് തോന്നുന്നത് 2 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി അരക്കണമെങ്കിൽ ശർക്കര ഒഴിക്കിയത്, അല്ലെങ്കിൽ വെള്ളം അധികമാവും. ഓക്കെ, 12 അച്ച് ശർക്കര, 1/4 കപ്പ് വെള്ളം. ഇത് ഓവണിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ചെയ്യണേ അങ്ങനെ ചെയ്യാം. ഹൈ പവറിൽ ഒരു 2-3 മിനിറ്റ് കൊടുത്തു നോക്കാം. അപ്പോൾ രജി ഇങ്ങനെയാണ് ശർക്കര ഒരുക്കാറുള്ള മൈക്രോവേവ് ഓവണിലാണ്. കാര്യം എന്താണ്, ചക്ക വരട്ടിയൊക്കെ വെച്ചിട്ടൊക്കെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും മോഡേൺ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം ശർക്കര ഹൈ പവറിൽ 3 മിനിറ്റ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അത് കുറച്ച് ചൂടോടെ തന്നെയാണ് ഇട്ട് ഒഴിക്കണേ. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ അരച്ചെടുക്കാം. അരി അരച്ചിട്ടുണ്ട്. അരി, ശർക്കര പനി മുഴുവൻ ചേർത്തിട്ടില്ല. ബാക്കിയുള്ള ശർക്കരയോടെ അതിലേക്ക് ഒഴിക്കും. ചക്ക വരട്ടി വേണം നിർബന്ധമില്ല കേട്ടോ. ഒരു ചെറുപഴം ചേർത്താൽ മതി അരയ്ക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടോ. 2 കപ്പ് അരി, ഒരു 2 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയത്, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകം വെള്ളമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണ്ട. അത് ഇത്ര നിർബന്ധമല്ല അല്ലേ രജി? ഞാൻ ചൂടാക്കാത്ത നെയ്യ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കാറുണ്ട്. എന്നാൽ എനിക്ക് അതിനൊരു വേറൊരു ടേസ്റ്റ് തോന്നാണ്. നെയ്യിൻ്റെ കൂടുതൽ ടേസ്റ്റ് എനിക്ക് അങ്ങനെ വരുമ്പോൾ തോന്നാണ്. ഇതായിട്ടുണ്ട്. നെയ്യോട് കൂടിയിട്ട് ഒഴിക്കണം കേട്ടോ. ഒരു നുള്ള അപ്പസോഡ അല്ലേ? 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് പണ്ടത്തെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ വലിയ ഉണ്ണിയപ്പമാണ് ഇതിൽ കിട്ടുക. ഇത് വെറുതെ നമ്മൾ ആദ്യം ഇതിൽ വെറുതെ ഉണ്ടാക്കി നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ ഈ ചെറുത് സാധാരണ നമ്മളെ സൈസിലുള്ളത് ചെയ്യും. ഇത് പിന്നെ ഒരു ട്രഡീഷണൽ ഇതിൽ ഇങ്ങനെ ഒരു ചട്ടി ഉള്ളതുകൊണ്ട് കാണിക്കാന്നേ ഉള്ളൂ. ഇതിൽ കുറേ മാവ് വേണം. ഒരു ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. രജിത് നിങ്ങളെ തറവാട്ടിലുള്ളതാ? യൂട്യൂബിൽ കാണാറില്ല. തറവാട്ട് തോട്ട് പിന്നെ എൻ്റെ അമ്മയുടെ കാരോല് നല്ലതല്ലേ? അല്ല, ഊട്ടുള്ളി അല്ല, കാരോല്, കാരോലപ്പം എന്ന് പറയില്ലേ അല്ലേ? കാരോല്. അതെ. എനിക്ക് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞപ്പോൾ ചക്ക വേണം. ചക്ക ഇല്ലെങ്കിൽ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കില്ല. നല്ല ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെറിയ ചട്ടിയിലേക്ക്, നമ്മുടെ സാധാരണ ചട്ടിയിൽ എങ്ങനെയാണ് ചെയ്യണേ നോക്കാം.
മാവ് ഒഴിച്ച് അതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കുക്കായി മുകളിലേക്ക് ഇങ്ങനെ പൊട്ടാറാവുമ്പോഴേക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മളത് മറിച്ച് വിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മാവ് അത് പൊട്ടിയിട്ട് മുകളിലേക്ക് മാവ് വരും, അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഉണ്ടാവില്ല. കുറച്ച് സമയം കൂടെ വെച്ച് നമുക്ക് കുറച്ച് നല്ല കളറിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാം. കാരണം ഉള്ളിൽ എന്തായാലും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. പിന്നെ ഇതെടുക്കാം. ഉണ്ണിയപ്പാട്ടാ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണേ. എന്താ പറയാ, രജിൻ്റെ അടുത്ത് പണ്ട് തൊട്ടേ രജി കോളേജിൽ പഠിക്കുമ്പോഴേ കൊണ്ടുവരുന്നതാണ് ഉണ്ണിയപ്പം. 2-3 വീഡിയോ വരുന്നുണ്ട് കേട്ടോ, 2 കൂടെ വരുന്നുണ്ട് രജീൻ്റെ ഡിഷസ്. നോക്കിയാൽ നല്ല സോഫ്റ്റാണ്, ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റായിട്ട്. നമ്മൾ ഇതിൽ ചേർത്ത് ചക്ക വരട്ടിയത് എപ്പോഴും ഇവിടെ ഫ്രിഡ്ജിൽ ഉണ്ടാവും കേട്ടോ. എന്ന് കുറേ ചേർത്തിട്ടുണ്ടായിരുന്നു. ചക്കക്കാലം വരുമ്പോഴേക്ക് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാവും അല്ലേ, ഓരോ വർഷം ഉണ്ടാക്കി വെക്കും. ചേച്ചി വെക്കണ്ടേ? അപ്പം എല്ലാവരും ട്രൈ ചെയ്തോളും, എല്ലാവർക്കും ഇഷ്ടമാവും അല്ലേ? അല്ലേ ജിഞ്ചു? അല്ലേ ജമീല? സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്, എല്ലാം ഉണ്ടാക്കും. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.